വർഷങ്ങൾക്ക് മുൻപ് പറവൂർ സെൻട്രൽ ജയിലില് നാഗൽ എന്ന് പറയുന്ന ഒരു സായിപ്പ് കടന്നു പോവുകയാണ്. ഈ കൊലയാളികളോടും അല്ലെങ്കിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവരോടും മറ്റ് അവിടെ ഉണ്ടായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സുവിശേഷം പറയുക എന്നതാണ് തന്റെ ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യരുടെ മധ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഞാനൊരു കൊലയാളിയായ മനുഷ്യനാണ്, കുറച്ച് ദിവസങ്ങൾക്കകം ഞാൻ തൂക്കുകയറിലേക്ക് എടുത്തെറിയപ്പെടുവാനായിട്ട് പോവുകയാണ്, അത് തൂക്കുകയർ വരിക്കുവാനായിട്ട് പോവുകയാണെന്ന് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ, നാളുകൾ എണ്ണി 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 ഞാൻ ജീവിക്കുമ്പോൾ, സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ ഞാൻ ജീവിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ ഹൃദയം നുറങ്ങിയ അവസ്ഥയിൽ, ഒന്ന് ചിരിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആയിരുന്നു. എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്നോട് സുവിശേഷീകരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചം ഉണ്ടായി. എന്തുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല? എന്തുകൊണ്ട് ഈ ക്രിസ്തുവിനെയും കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കുറച്ച് ദിവസം കൂടെ മുന്നേ കടന്നു വന്നില്ല എന്ന് ആ മനുഷ്യൻ ചോദിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഈ നാഗൽ എന്ന് പറയുന്ന സായിപ്പ് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ കൊലപാതകിയുടെ ശിക്ഷാ ദിവസം കടന്നു വരികയാണ്. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നത് പോലെ ഇവനോട് ചോദിക്കുകയാണ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? പലരും പല ആഗ്രഹങ്ങളും പലരും പറയാം. അതേ, ഇവിടെ ഈ മനുഷ്യൻ പറഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല. തനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു തന്ന നഗൽ എന്ന് പറയുന്ന ആ സായിപ്പിനെ എനിക്കൊന്ന് കാണണം. നിമിഷ നേരങ്ങൾക്ക് മുമ്പ് ഈ ജയിലിൽ നിന്ന് ആള് പോയി നഗൽ എന്ന് പറയുന്ന സായിപ്പിനെ അവിടെ കൊണ്ടുവന്നു. സായിപ്പിനെ കണ്ടപ്പോൾ കൊലപാതകയായ മനുഷ്യൻ സായിപ്പിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, അദ്ദേഹം ചിരിച്ചു. എന്നാൽ അദ്ദേഹത്തെ ഈ മനുഷ്യൻ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നഗൽ എന്ന് പറയുന്ന മനുഷ്യൻ, സുവിശേഷം പ്രസംഗിച്ച മനുഷ്യൻ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടുകൂടി ആയിരിക്കുകയാണ്, കണ്ണുനീരിന്റെ അവസ്ഥയിലായിരിക്കുകയാണ്. ചുറ്റുപാടുമുള്ളവർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ ആർക്കും തന്നെ ചിരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഈ കൊലപാതകിയായ മനുഷ്യൻ നിമിഷങ്ങൾക്കകം ജീവിതം അവസാനിക്കുവാനായിട്ട് പോകുന്നു എന്ന് ലോകം പറയുന്ന ഈ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ആയിരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ഈ മനുഷ്യനോട് പറയുകയാണ്, ആകെ അല്പനേരം മാത്രം എൻ സ്വദേശം കാണുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയുകയാണ്. അത് ആകെ അല്പനേരം മാത്രമേ ഉള്ളൂ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ എനിക്ക് കാണുവാനായിട്ട്. ഞാനിതാ മരിക്കുവാനായിട്ട് പോകുന്നു. മരിച്ചാലും എനിക്ക് നിത്യജീവൻ ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. എൻ്റെ അശുദ്ധിയെല്ലാം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ അശുദ്ധിയെല്ലാം മാറിപ്പോയി എന്ന് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കുലക്കയറിലേക്ക് നടന്നു നീങ്ങുകയാണ്. നഗൽ എന്ന് പറയുന്ന ഈ സായിപ്പ് വളരെ ദുഃഖത്തോടുകൂടി ഭവനത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം സുവിശേഷീകരണം പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ടെങ്കിലും സുവിശേഷീകരണത്തിന് അശുദ്ധനായ ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം അന്നാണ് അവിടെ വെച്ച് കണ്ടത്. പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിലും അദ്ദേഹം സാക്ഷിയായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന്റെ സുവിശേഷം ഒരു സാക്ഷിയായിട്ട് മാറുന്നത് അദ്ദേഹം ആദ്യമായിട്ട് അവിടെ കാണുകയാണ്. അദ്ദേഹം കിടക്കുകയാണ്. കിടന്നാലും അദ്ദേഹത്തിന് ഉറക്കം വരാത്ത അവസ്ഥ. ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് വീണ്ടും അലതല്ലി നിൽക്കുകയാണ്. ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ, നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാനെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഈ ഒരു വാക്കുകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് ഇതിനെ ഒരു പാട്ടായിട്ട് ചിട്ടപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അതേ, ആ പാട്ടാണ് സമയാമൃതത്തിൽ നിന്നുള്ള പാട്ട്. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. അദ്ദേഹത്തിന്റെ പാട്ട് അവിടെ അവസാനിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ ശൂന്യതയുടെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവമില്ലായ്മയാണ്. അദ്ദേഹം കുറച്ച് വരികൾ കൂടെ അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. ഈ പാട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്
രാവിലെ ആകട്ടെ, രാത്രിയാകട്ടെ, ജീവിതത്തിന്റെ ഏത് കഷ്ടതയുടെയും മധ്യത്തിലാകട്ടെ, ദൈവമില്ലായ്മയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ദൈവമില്ലായ്മയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മലിനത എന്ന് പറയുന്നത്. ദൈവമില്ലായ്മയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈരൂപ്യം എന്ന് പറയുന്നത്. ആ ദൈവത്തോടൊപ്പം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. നമുക്ക് വേണ്ടി നന്മകൾ നൽകിയ, നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ നൽകിയ, നമ്മുടെ ജീവിതങ്ങളിൽ വിവിധങ്ങളായ രീതിയിൽ നമ്മെ വഴിനടത്തുന്ന ആ ദൈവത്തോടൊപ്പം നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം.